എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ ചാനലിലേക്ക് സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാൻ രോഹിണി നക്ഷത്രക്കാരുടെ ജൂൺ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ 4 of feathers, 3 of shells, page of feathers, 6 of crystals, 2 of shells, 2 of feathers. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 of feathers എനർജി ആൻഡ് 2 of shells കണക്ഷൻസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വരുന്ന 15 ഡേയ്സിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ അതായത് ഈ ജൂൺ മാസം മൊത്തത്തിൽ മാറ്റങ്ങൾ ഉണ്ട് എന്നിരുന്നാലും ഈ വരുന്നൊരു 15 ദിവസത്തിൽ കുറച്ച് അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പല സംഘർഷങ്ങൾക്കും ഒരു അറുതി വരുന്നു. പേഴ്സണൽ ലൈഫിൽ പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാറ്റം വരുന്നുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾ കൂടുതൽ അടുക്കുകയും അതേപോലെ തന്നെ മറ്റ് സൊസൈറ്റി, അതായത് ലോകം എന്ത് പറയുന്നു, മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളൊരു ഭയത്തിൽ ജീവിതം തള്ളി നീക്കുന്നതിൽ നിന്ന് മാറ്റം ഉണ്ടായി. നിങ്ങൾ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് സ്വയം ഐസൊലേറ്റ് ചെയ്യുകയും നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സുരക്ഷിത സ്ഥാനം നിങ്ങൾക്കായിട്ട് ഈ ലോകത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് അവിടെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ജീവിതം ജീവിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ സെൽഫ് കെയർ എടുക്കാൻ തുടങ്ങുന്നുണ്ട്. സെൽഫ് കെയർ എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്താണോ നിങ്ങളുടെ ആരോഗ്യം, ഇപ്പോൾ ആരോഗ്യപരമായിട്ട് അനാവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. ചിലപ്പോൾ പ്രായം ഒരു 10-40 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ അതിനനുസരിച്ചൊക്കെ, അല്ലെങ്കിൽ ചെറിയ കുട്ടികളിലോ അല്ലെങ്കിൽ ആ ഒരു കോളേജ് കാലഘട്ടം ആ ഒരു പ്രായത്തിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഓരോ തരത്തിലുള്ള സാഹചര്യങ്ങളാവും. അപ്പം കാണുന്നവരുടെയൊക്കെ ഉപദേശം കേട്ടിട്ട് അതിനനുസരിച്ച് ഓരോന്ന് ശ്രമിക്കാതിരിക്കുക. നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ശാരീരികവും മാനസികമായിട്ടുള്ള അവസ്ഥ എന്താണ് സ്വയം മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ, ഇപ്പോൾ ഡോക്ടറെ കാണണമെങ്കിൽ ഡോക്ടർ, അതല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്ത് തരത്തിൽ മറ്റു തരത്തിൽ ഹീലിംഗ് താല്പര്യമുണ്ടെന്നിരിക്കെ അതും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രമിക്കാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാതെ കാണുന്ന എല്ലാവരുടെ അടുത്തും അഭിപ്രായങ്ങൾ ചോദിച്ച് അതിനനുസരിച്ച് ജീവിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തെക്കുറിച്ചിട്ട്. പിന്നെ വൈവാഹിക ജീവിതത്തിൽ ഒത്തിരി തിരുത്തലുകൾ, അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ഡിവോഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു വേർപിരിഞ്ഞു പോകുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നില്ല. എന്നിരുന്നാലും നമ്മൾ പറയില്ലേ, ആ ഒരു വിവാഹം കഴിഞ്ഞ സമയത്തുണ്ടായിരുന്ന പ്രസരിപ്പ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷ തൃപ്തിയൊന്നും ജീവിതത്തിൽ ഇപ്പോൾ പല ആളുകളും പറയുന്ന വിവാഹത്തിൻ്റെ തുടക്കത്തെ സമയത്ത് സിറ്റുവേഷൻ അത് അപ്പോഴത്തെ ഒരു ഇതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതല്ല, അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നുള്ളതല്ല കാര്യം. പക്ഷേ അതിന് ഒരു കാര്യം മാത്രമാണ്, നിങ്ങളതിന് എഫേർട്ട് ഇടുന്നില്ല. രണ്ട് ഭാഗത്തു നിന്നും എഫേർട്ട് ഇടുന്നില്ല, അതിനൊരു പ്രസക്തി ഉണ്ടെന്ന് തോന്നില്ല. ഇതൊക്കെ വിവാഹം കഴിഞ്ഞ സമയത്തല്ലേ, ഇതിനൊക്കെ ഇപ്പോൾ കുടുംബമായി കുട്ടികളായി ആ ഒരു പ്രണയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു ചിന്തയാവാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ടേക്കും കൂടി മനസ്സിലാക്കി തുറന്ന് സംസാരിച്ച് ആ ഒരു പ്രണയം ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ആദ്യം തന്നെ നന്നായിട്ട് സംസാരിച്ച് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ശ്രമം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ സാഹചര്യം അനുസരിച്ചിട്ടും സമയവും സന്ദർഭവും അനുസരിച്ചിട്ടും അങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു പ്രണയം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചധികം നാളുകളായിട്ടുള്ളവരെ സംബന്ധിച്ച്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രണയ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രണയം നമ്മൾ പറയില്ലേ, വളരെയധികം പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ വിദ്യാഭ്യാസ കാര്യങ്ങൾ കൂട്ടത്തിൽ ശ്രദ്ധിക്കണം എന്നല്ല, വിദ്യാഭ്യാസ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ അത് പറ്റുന്നില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. 3 of shells എനർജി ആൻഡ് 6 of crystals എനർജി കണക്ഷൻസ് ആണ്. ഒത്തിരി നാളുകൾക്ക് ശേഷം പഴയ സുഹൃത്തുക്കളൊക്കെ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സമയമായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ചൊരു സോളിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നൊരു സമയം എന്ന് പറയാം. അതേപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾക്ക് പുതിയ പല ഐഡിയാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ പുതിയ പല ഐഡിയാസ് എന്ന് പറയുമ്പോൾ
ആ ഐഡിയാസ് അതെങ്ങനെ ഒരു ബിസിനസ് ഐഡിയ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിലുള്ളതായിട്ടുള്ളൊരു സൂചന തരുന്നുണ്ട്. അപ്പം നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡ്, സിനോജി, ഒരു പോസിറ്റിവിറ്റി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് 3 ഓഫ് ഷെൽസ് ആൻഡ് 2 ഓഫ് ഫെദേഴ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവിടെ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടുന്ന കാര്യം, നിങ്ങൾ ഈ ഒരു സമയത്തിന് നിങ്ങൾ ഒന്നുമല്ല, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രായമായ, അല്ലെങ്കിൽ പല നെഗറ്റീവ് തോട്ട്സും മൈൻഡിൽ വരുന്ന സമയമാണ്, ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലിബറേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു സമയത്ത്. കാരണം പൊതുവേ ഫീലിംഗ് എംപ്റ്റി, അല്ലെങ്കിൽ ഒന്നും അല്ല, ഒറ്റയ്ക്കാണെന്നൊക്കെയുള്ള ചിന്തയിൽ നിന്ന് നിങ്ങൾ യു ഫീൽ ട്രാപ്ഡ്, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരായിരിക്കില്ലേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, ജീവിതം തിരിച്ചു പിടിക്കുകയും അതിനെ മറ്റു രീതിയിൽ കാണാനും ഒക്കെ നിങ്ങൾ തുടങ്ങുന്ന ഒരു സമയമാണ്. പിന്നെ ഒത്തിരി തീർത്ഥയാത്രകൾ, ആത്മീയ യാത്രകളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രങ്ങളോ പള്ളികൾ, ദൂരദേശത്തുള്ള ക്ഷേത്രങ്ങൾ, മല, കുന്ന്, കാട്, അതുപോലെയുള്ള എന്താ പറയുക സാഹസികത കലർന്നിട്ടുള്ള ഒരു സാഹസിക യാത്രയും അതോടൊപ്പം തന്നെ ഒരു തീർത്ഥയാത്ര, ഒരു ആത്മീയ യാത്ര, ഇതുപോലുള്ള യാത്രകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു സാഹചര്യം, നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ ഈ എഴുജന്തുക്കളുടെ ശല്യ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വീടും തൊടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കാൻ ശ്രമിക്കുക. അത് ശ്രമിക്കുക എന്നുള്ളതല്ല, ചെയ്യുക. കാരണം ഇപ്പോൾ കേരളത്തിലുള്ളവരാണെങ്കിൽ ഒരു സമയം മഴക്കാലം അതും ഇതൊക്കെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബന്ധപ്പെടുത്തിയിട്ട് കാട് പിടിച്ച് കിടക്കാനും ഒന്നും അനുവദിക്കാതിരിക്കുക. കാരണം എഴുജന്തുക്കളുടെ ശല്യം കൂടുതലായിട്ട് കാണിക്കുന്ന ഒരു സമയം എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് കുട്ടികളുള്ളവരൊക്കെയാണ് എങ്കിൽ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന രീതിയിൽ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. അതേപോലെ തന്നെ പേജ് ഓഫ് ഫെദേഴ്സ് എനർജി ആൻഡ് 2 ഓഫ് ഷെൽസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ജോലിയിൽ ഒത്തിരി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് എന്നുള്ളത്, നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും, പല എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവാം ലൈഫിനെ കുറിച്ച്. എക്സ്പെക്റ്റേഷൻസ് ഒക്കെ അത് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട്, ആ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. പിന്നെ ട്രൂ ലവ്, അല്ലെങ്കിൽ നിങ്ങൾ ട്രൂ ലവ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ വിവാഹത്തിൽ അങ്ങനെ ഒരു ഒത്തിരി അടുത്തിടയ്ക്ക് ബ്രേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ട്രൂ ലവ് നിങ്ങൾ കണ്ടെത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം, നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ കണ്ടെത്തി എന്നുള്ളതിൻ്റെ ഒരു തൃപ്തി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തൃപ്തി നൽകുന്ന കാര്യമാണ് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഇമോഷണലി നിങ്ങളുടെ മാനസികാരോഗ്യം, നിങ്ങളുടെ വികാരങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇതെന്നുള്ളത് കൂടിയിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ലവേഴ്സ് എനർജിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ രണ്ട് തലത്തിൽ നിൽക്കുന്ന ആളുകളാണ്. വിവാഹത്തിലേക്കുള്ള സമയം കാണിക്കുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ ഈ ചില കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോയാൽ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കാം. അതായത് പ്രിക്കോഷൻസ് എടുക്കുക. കാരണം രണ്ടുപേരും രണ്ട് തലത്തിൽ സാമ്പത്തികമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട്, കൾച്ചർ വൈസ്, അല്ലെങ്കിൽ പല തരത്തിൽ വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് മനസ്സിലാക്കുക, അതറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളും അത് അക്സെപ്റ്റ് ചെയ്യാനും മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ പൊതുവേ നല്ലൊരു സാഹചര്യമാണ്. കരിയർ വൈസ് നേരത്തെ പറഞ്ഞ പോലെ വളരെ ജിജ്ഞാസഭരിതരായിരിക്കും കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട്. പിന്നെ എടുത്ത് പറയേണ്ടുന്ന ജോലിയിൽ ചില കാര്യങ്ങൾ, ചില സാങ്കേതിക തകരാറുകളോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ നിങ്ങളായിട്ട് കണ്ടെത്തുന്നുണ്ട് ജോലിയിൽ. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നതിലൂടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ഇതായിട്ടുള്ള കഴിവുകൾ, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. ഇതുവരെ അടുത്തിടയ്ക്ക് പ്രമോഷൻ ഒത്തിരി ആഗ്രഹിച്ചിട്ട് കിട്ടാത്തവർക്കൊക്കെ പ്രമോഷനും കാര്യങ്ങളും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി മേലധികാരികൾ നോട്ടീസ് ചെയ്യുന്നു, അവർ മനസ്സിലാക്കുന്നു, അവർ ശ്രദ്ധിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക്
സാമ്പത്തികമായിട്ടുള്ളതും അതേപോലെ പൊസിഷൻ വൈസ് ആധികാരികമായിട്ടും ഒക്കെയുള്ളൊരു സ്ഥാനക്കയറ്റമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.